യഥാർത്ഥ സ്നേഹം എന്നും നിലനിൽക്കും. പക്ഷേ അത് യഥാർത്ഥമെന്ന് തോന്നണമെങ്കിൽ പങ്കാളികൾ തമ്മിലുള്ള പരസ്പര സ്നേഹം എല്ലാ അർത്ഥത്തിലും അതിർവരമ്പുകൾ ഇല്ലാതാകണം. സെക്സിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ ദാമ്പത്യത്തിൽ സെക്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് അല്പം കൂടുതൽ വികാര തീവ്രമാണെങ്കിൽ ആ ബന്ധത്തിൻ്റെ കെട്ടുറപ്പ് കൂടുതൽ ശക്തമാകും എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഇല്ല. നിങ്ങൾ സെക്സ് ആസ്വദിച്ച് അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ബന്ധം സെക്സിലൂടെ ലഭിക്കുന്ന ഊർജത്താൽ കൂടുതൽ ഊഷ്മളമായിരിക്കണമെങ്കിൽ ആദ്യം എങ്ങനെ അത് പ്രകടിപ്പിക്കേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം. അതിനായി നിങ്ങളുടെ പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കുക. നമുക്ക് ചുറ്റുമുള്ള യാഥാസ്ഥിതിക സമൂഹം ലൈംഗികതയിലെ പുതിയ പരീക്ഷണങ്ങൾക്ക് എതിരായിരിക്കാം. അവർക്ക് ചില ലിഖിത രീതികൾ ഉണ്ടാകാം. അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സെക്സ് ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആയിരിക്കണം, സാമൂഹിക നീതി വ്യവസ്ഥകൾക്ക് അനുകൂലമായിരിക്കണം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. പക്ഷേ സ്വന്തം ജീവിതം എല്ലാ അർത്ഥത്തിലും ആസ്വദിക്കാനുള്ള അവകാശം അവനവനിൽ മാത്രം നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ദമ്പതികൾ സെക്സ് എങ്ങനെയെല്ലാം ആകണമെന്ന് ഭാര്യയും ഭർത്താവുമാണ് തീരുമാനിക്കേണ്ടത്. അതിന് നിയമങ്ങളുടെ അതിർവരമ്പുകൾ ബാധകമല്ല. അതുകൊണ്ട് തന്നെ സെക്സ് ആസ്വദിക്കാൻ ദമ്പതികൾക്ക് പുതിയ വഴികൾ പരീക്ഷിക്കാം. അല്ലെങ്കിൽ അതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത സെക്സ്വൽ രീതികളെ പ്രായോഗികതയിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ദമ്പതികൾക്ക് പരസ്പരം തുറന്ന് സംസാരിക്കാം. നിങ്ങളിൽ ഒരാൾ സെക്സിലെ പുതിയ രീതികളെക്കുറിച്ചും മറ്റും സംസാരിച്ചു തുടങ്ങുകയേ വേണ്ടൂ. നിങ്ങളുടെ പങ്കാളിയും പുതിയ ചില സുഖകരവും ആകർഷകവുമായ രീതികളെക്കുറിച്ച് വിശദീകരിക്കുന്ന നിങ്ങൾക്ക് അതിശയത്തോടെ കാതോർക്കാം. തുടക്കത്തിൽ ഗംഭീരമായാൽ പിന്നെ എല്ലാം അതിൻ്റെ വഴിക്ക് ആഗ്രഹിച്ചതുപോലെ നടക്കും. നമ്മുടെ തലച്ചോറാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗിക അവയവം എന്നാണ് സയൻസ് പറയുന്നത്. ദമ്പതികൾക്ക് പരസ്പരം മനസ്സുകളെ ഈ രീതിയിൽ ഉത്തേജിപ്പിക്കാൻ കഴിഞ്ഞാൽ വിരസമായി തുടങ്ങിയ സ്ഥിരം ലൈംഗിക രീതികൾ പോലും പുതുമയുള്ളതായും ആസ്വാദ്യജനകമായും അനുഭവപ്പെടാൻ തുടങ്ങും. മാത്രമല്ല ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നടത്തിയിരുന്ന ഒത്തുചേരൽ പിന്നെ ദിവസവും 2-3 ആവർത്തിച്ചാലും മതിയാവാതെ വരും. ലൈംഗികപരമായി നിങ്ങളുടെ മനസ്സിലെ ഭാവനകളും സ്വപ്നങ്ങളും അന്യോന്യം പങ്കുവയ്ക്കാൻ പറ്റിയ സമയവും സെക്സിൽ ഏർപ്പെടുന്ന സമയം തന്നെയാണ്. സെക്സ് നമ്മുടെ മനസ്സുകളെ പൂർണ്ണമായും തുറക്കുകയും പറയാൻ മടിച്ചിരുന്ന കാര്യങ്ങൾ പോലും തുറന്നു പറയാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. പങ്കാളികൾ പരസ്പരം അവരുടെ മനസ്സിൽ മാത്രം ഒതുക്കി നിർത്തിയിരുന്ന ലൈംഗിക താല്പര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇരുവരുടെയും മനസ്സുകൾ കൂടുതൽ യൗവനയുക്തരായ യുവദമ്പതികളുടേതായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ ഇരുവർക്കും പൂർണ്ണ സംതൃപ്തിയും ആസ്വാദ്യതയും നൽകുന്ന സ്കിൽ ഏർപ്പെടണമെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് സെക്സ് അപ്പീൽ തോന്നിക്കുന്ന വസ്ത്രങ്ങൾ അണിയുക എന്നത്. അതിൽ നിന്നു തന്നെ പങ്കാളിക്ക് തിരിച്ചറിയാൻ കഴിയും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്തെന്ന്. കൂടാതെ സുഗന്ധത്തിനും സെക്സിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. നിങ്ങളുടെ പ്രണയാതുരമായ മനസ്സുകളെ ഉണർത്തുന്ന രീതിയിലുള്ള സുഗന്ധലേപനങ്ങൾ പുരട്ടുന്നത് വളരെയധികം ഉപകാരം ചെയ്യും. സ്ഥിരമായി സ്വന്തം വീട്ടിലെ കിടപ്പുമുറി തന്നെ ഇണചേരലിനെ തിരഞ്ഞെടുക്കുന്നത് ഇരുവർക്കും മടുപ്പുളവാക്കിയേക്കാം. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പുതിയ ഇടങ്ങൾ ഇതിനായി തിരഞ്ഞെടുക്കുന്നത് രണ്ട് ശരീരങ്ങൾക്ക് ഒരു മനസ്സായി ഒന്നാകാൻ കൂടുതൽ പ്രേരണ നൽകും. ഗ്യാരേജിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറ് പോലും നിങ്ങൾക്ക് സുഖദമായ മണിയറയാക്കി മാറ്റാം. മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കൂ. അപ്പോൾ മനസ്സും ശരീരവും നല്ലപോലെ ഒന്നാക്കൂ. സുദൃഢമായ ദാമ്പത്യം അപ്പോൾ നിങ്ങൾക്ക് കെട്ടിപ്പടുക്കാം. സ്ത്രീകളിലും പുരുഷന്മാരിലുമൊക്കെ ചില സമയങ്ങളിൽ ലൈംഗികതയിൽ താല്പര്യം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാലാകാലങ്ങളിൽ പങ്കാളികൾക്കിടയിലെ ലൈംഗിക താല്പര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. പങ്കാളികൾക്കിടയിലെ പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളുമൊക്കെ ലൈംഗികതയിൽ താല്പര്യം കുറയാൻ കാരണമാവാറുണ്ട്. എന്നാൽ ഈ താല്പര്യക്കുറവ് ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുകയാണെങ്കിൽ അതിനു പിന്നിലെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സ്ത്രീകളിലും പുരുഷന്മാരിലും ലൈംഗിക താല്പര്യം കുറയുന്ന അവസ്ഥയ്ക്ക് വ്യത്യസ്തമായ കാരണങ്ങൾ കണ്ടെത്താം. പൊതുവിൽ കുറഞ്ഞ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ, അസന്തുലിതാവസ്ഥ, ഉറക്കക്കുറവ്, വിഷാദം അല്ലെങ്കിൽ സമ്മർദ്ദം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, വിട്ടുമാറാത്ത രോഗങ്ങൾ, മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, ക്ഷീണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകും. സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം, ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ എന്നിവ മനഃശാസ്ത്രമായ ഘടകങ്ങളും
ലൈംഗിക താല്പര്യക്കുറവിന് കാരണമാണ്. നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിന് ലൈംഗിക അഭിലാഷത്തിൽ വലിയ പങ്കുണ്ട്. ജീവിതശൈലിയിലെ അപാകതകളും ലൈംഗിക താല്പര്യം കുറയാൻ കാരണമാകും. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, വ്യായാമക്കുറവ്, അമിതമായ മദ്യപാനം, പുകവലി എന്നിവയും ലൈംഗിക അഭിലാഷത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ്. പങ്കാളികൾക്കിടയിലെ പൊരുത്തക്കേടുകൾ, ആശയവിനിമയ പ്രശ്നങ്ങൾ, പരിഹരിക്കപ്പെടാത്ത സംഘർഷങ്ങൾ, വൈകാരികമായ അടുപ്പം കുറയുന്നത് ഇതൊക്കെ ലൈംഗിക താല്പര്യത്തെ വളരെയധികം ബാധിക്കും. വിഷാദം പോലുള്ള അവസ്ഥയാണ് മറ്റൊന്ന്. വിഷാദരോഗമുള്ള ആളുകൾക്ക് സെക്സ് ഉൾപ്പെടെയുള്ള സന്തോഷകരമായ പ്രവർത്തനങ്ങളിൽ താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഒട്ടും താല്പര്യമില്ലാത്ത അവസ്ഥയോ അനുഭവപ്പെടാം. ജീവിതത്തിൽ സംഭവിക്കുന്ന ആഘാതങ്ങളോ ഷോക്കിംഗായ അനുഭവങ്ങളോ ഒക്കെ ചിലരുടെ ലൈംഗിക താല്പര്യങ്ങളെയും ബാധിക്കാറുണ്ട്. വിവാഹമോചനം, പ്രിയപ്പെട്ടവരുടെ മരണം, സാമ്പത്തിക ആശങ്കകൾ, തിരക്കേറിയ ജോലി അന്തരീക്ഷം എന്നിവയൊക്കെ കാരണമാവാം. ഉറക്കപ്രശ്നം ഉള്ളവരിലും ലൈംഗിക താല്പര്യങ്ങൾ കുറയുന്നതായി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് ശ്വസന വ്യായാമങ്ങൾ, ധ്യാനം എന്നിവ കൊണ്ട് ഒരു പരിധിവരെ ശരിയാക്കാവുന്നതുണ്ട്. ഇത് മാറിയിട്ടില്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റുമായി സംസാരിച്ചാൽ അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. സ്ത്രീകളുടെ ലൈംഗികോത്തേജനം തലച്ചോറുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. ഭാവനയുടെയും വികാരത്തിൻ്റെയും സങ്കലനമാണ് സ്ത്രീരതി എന്നത്. ശാരീരിക ഭാഗങ്ങളുടെ ഉത്തേജനത്തിന് മാത്രമേ അത് ഒരുങ്ങുമെന്ന് കരുതിയാൽ തെറ്റി. കൊച്ചു വർത്തമാനവും ഇത്തിരി അശ്ലീലവുമൊക്കെ വീഴ്ചയ്ക്ക് ഒരുങ്ങും മുമ്പ് ഒരു പ്രത്യേക താളത്തിൽ ചെവിയിൽ മന്ത്രിച്ചാൽ തന്നെ അവൾ ഉണർന്നു വരും. അവളുടെ മേനിയിൽ അവനെന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അവന് വേണ്ടതെന്തെന്നും അവളെ അറിയാൻ എത്ര തീവ്രമായി അവൻ ആഗ്രഹിക്കുന്നുവെന്നുമൊക്കെയുള്ള പ്ലാനും പദ്ധതികളും ഒന്ന് പറഞ്ഞു നോക്കൂ. വിവസ്ത്രയാകും മുമ്പേ അവൾ വല്ലാതെ കാമപരവശയായിരിക്കും, ഉറപ്പാണ്. ക്രിസരിയുടെ ലാളന വേണ്ടിവരും. ആ ലാളനയ്ക്ക് വിരലുകളും നഖവുമൊക്കെ ശുചിയായിരിക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതീവ സംവേദനക്ഷമതയുള്ള മേഖലയായതിനാൽ ശുചിത്വം വളരെ പ്രധാനമാണ്. വിരലിൻ്റെ വിരുതുകൾ ഏറ്റവും സൂക്ഷ്മതയോടെയാണ് ഉപയോഗിക്കേണ്ടത്. ക്രിസരിയിൽ എത്തുന്നതിനു മുമ്പ് തുടകളുടെ മസൃണതയൊക്കെ നന്നായൊന്ന് അറിഞ്ഞിരിക്കണം. ആമുഖലീലയുടെ പ്രാഥമിക പാഠങ്ങൾ ഒന്നൊന്നായി അനുഷ്ഠിച്ച ശേഷം ക്രിസരിയിൽ എത്തുന്നതാണ് നല്ലത്. ശരിയായ ഉണർവിലെത്തിച്ചതിന് ശേഷം ക്രിസരിയിൽ ലാളന ആരംഭിച്ചാൽ അവളുടെ മേനി മൊത്തത്തിൽ പൊട്ടിത്തെറിക്കും. ക്രിസരിയിൽ നേരിട്ടുള്ള ഉത്തേജനം പല സ്ത്രീകളും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാക്കുക. ചുറ്റുപാടുകളിലൂടെ പര്യവേഷണം നടത്തി അവിടെ എത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. യോനിയുടെ ചുണ്ടുകളിലൊക്കെ വിരലിൻ്റെ വിരുതുകൾ പ്രയോഗിച്ച് വേണം വികാരത്തിൻ്റെ കൊടുമുടിയിൽ അവളെ എത്തിക്കാനായിട്ട്. ക്രിസരിക്ക് മുകളിലോ താഴെയോ വൃത്താകൃതിയിൽ വിരൽ ചലിപ്പിക്കുന്നത് സ്ത്രീകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. വിരലുകളുടെ വൃത്താകൃതിയിലെ ചലനം അരക്കെട്ടിനെ വികാരത്തിൻ്റെ നെരിപ്പോടാക്കി മാറ്റും. ക്രിസരിയിലെ വികാരമേഖല മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതിനാൽ ബുദ്ധിമാനായ പുരുഷന് മുന്നിൽ വഴികൾ ഏറെയുണ്ട്. ക്ലിസരിയിൽ കടുത്ത മർദ്ദം ഏൽപ്പിക്കരുത് എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിസരിയിൽ മാത്രമല്ല, അതീവ സംവേദനക്ഷമതയുള്ള സ്ത്രീമർമ്മത്തിലൊക്കെ മൃദുവായ തഴുകലും സ്പർശനമേ പാടുള്ളൂ. ക്രിസരിക്ക് ചുറ്റുമുള്ള കോശങ്ങളെല്ലാം നേർത്തതാകയാൽ മുറിവ് പറ്റാനും അണുബാധയേൽക്കാനും സാധ്യത ഏറെയാണ്. മർദ്ദം ഏറിപ്പോയാൽ വേദനയുണ്ടാകുകയും ലൈംഗികതയിലുള്ള ശ്രദ്ധ മാറുകയും ചെയ്യും. തൂവാല ഒഴുകുന്നത് പോലെ, ഒരു മയിൽപ്പീലി ചലിപ്പിക്കുന്നത് പോലെ വിരലുകൾ ചലിപ്പിക്കാൻ പഠിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മെല്ലെ മെല്ലെ മൃദു ചലനങ്ങളാണെങ്കിൽ വേറെയുമുണ്ട് നേട്ടം. കൂടുതൽ അമർത്താൻ അവൾ കൊഞ്ചി പറയും നിങ്ങളോട്. വികാരകേന്ദ്രമായ ആ മോഹപ്രകടനം തന്നെ പുരുഷൻ്റെ തന്ത്രം ഏറ്റുവന്നതിന് തെളിവാണ്. സുദൃഢമായ വികാരത്തിനൊപ്പം ആത്മവിശ്വാസമുള്ള പുരുഷനായി ലൈംഗികത കൂടുതൽ സുന്ദരമായി ആസ്വദിക്കാനാകും. ആദ്യമേ തന്നെ അമർത്തി തിരുമ്പി വേദനിപ്പിച്ചാൽ ഈ അനുഭവമൊന്നും കിട്ടുകയില്ല എന്ന് പ്രത്യേകം ഓർക്കുക.